4 വിഷയങ്ങൾ പഠിക്കുക എന്നത് നിന്റെ മേൽ നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം അൽ അവ്വലു അവിൽ ഊല അൽ ഇൽമു. ഒന്നാമത്തെ കാര്യം ഇൽമാണ്. ഒന്നാമത് നീ പഠിക്കേണ്ടത് പഠിക്കണമെന്ന് തന്നെയാണ്. ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട കാര്യം പഠിക്കണം എന്നാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് പോലും പഠിക്കാത്തവൻ എങ്ങനെയാണ് അവൻ ഖൈറിലേക്ക് എത്താൻ സാധിക്കുക? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് വരെ ദുനിയാവിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് വർദ്ധിപ്പിച്ചു നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അത് ഇൽമാണ്. വഖുൽ റബ്ബി സിദ്നി ഇൽമ. പറയുക നബിയെ, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പന പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. അവിടുന്ന് സുബ്ഹ് നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിന്റെ അവസാനത്തിൽ അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. അല്ലാഹുവേ, ഉപകാരപ്രദമായ വിജ്ഞാനം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അവിടുത്തെ ദുആയിൽപ്പെട്ടതായിരുന്നു അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി വൻഫഅനി ബിമാ അല്ലംതനി. അല്ലാഹുവേ, എനിക്ക് നീ ഉപകാരപ്രദമാകുന്ന കാര്യം പഠിപ്പിച്ചു നൽകണമേ. എനിക്ക് പഠിപ്പിച്ചു നൽകിയ കാര്യം എനിക്ക് ഉപകാരപ്പെടുത്തുകയും ചെയ്യണമേ. ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ചിരുന്നു എന്നാണ്, ഇൽമു വർദ്ധിപ്പിച്ചു നൽകാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽ പെട്ടതാണ് അൽ ഫത്താഹ്. ഫത്താഹ് എന്നതിൻ്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അവൻ ഫത്ഹ് നൽകുന്നവനാണ്, വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നവനാണ്, ഇതുവരെ അറിയാത്തത് പഠിപ്പിച്ചു നൽകുന്നവനാണ്. ഒന്നാമത് നീ പഠിക്കേണ്ടത് നീ പഠിക്കണമെന്നാണ്.